Welcome to BSc Main Physics. This is for semester 5, the paper for Atomic and Molecular Physics for BSc Main Physics. And today the topic of discussion is isotopic effect in molecular spectra. Isotopic effect in molecular spectra, an important short answer question. This is class number 32 for semester 5, Atomic and Molecular Physics, BSc Main Physics. The topic is isotopic effect in rotational spectra. ഇപ്പോൾ റൊട്ടേഷൻ സ്പെക്ട്രത്തിലെ ഐസോട്ടോപ്പിക് എഫക്റ്റ് എന്താണെന്ന് പറയുക സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഐസോട്ടോപ്പിക് എഫക്റ്റ് കാണിക്കുന്നതിൻ്റെ ഒരു പടമാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഇതൊരു സ്പെക്ട്രമാണ്. ഇപ്പോൾ ഡയാറ്റോമിക് മോളിക്യൂൾ, ഇപ്പോൾ CO മോളിക്യൂൾ അല്ലെങ്കിൽ HCl മോളിക്യൂൾ കാണിക്കുന്ന സ്പെക്ട്രമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ആ സ്പെക്ട്രത്തിൻ്റെ ആ ഫുൾ ലൈനാണ് ആ കിഴിപ്പോട്ടിങ്ങനെ നമ്മൾ വെർട്ടിക്കലായിട്ട് ഒരു 7 ലൈൻ വരച്ചിട്ടുണ്ട്. അതാണ് ശരിക്കും ഐസോട്ടോപ്പിക് അല്ല, സ്പെക്ട്രം, ഡയാറ്റോമിക് മോളിക്യൂൾ സ്പെക്ട്രം. ഓരോന്നിൻ്റെയും വേവ് നമ്പർ 2B അല്ലെങ്കിൽ എനർജി 2B, 4B, 6B, 8B, 10B എന്നതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അത് ഡയാറ്റോമിക് മോളിക്യൂൾ എനർജി ലെവലുകളാണ്. ഈ ജെയുടെ വാല്യൂ പിന്നെ 1, 2, 3 വെച്ച് മാറുമ്പോൾ ഉള്ള എനർജി വാല്യൂസാണ് ഈ 2B, 4B എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഡോട്ടർ ലൈൻ കാണിച്ചിട്ടുണ്ട്. ഡോട്ടർ ലൈൻ അത് ഈ ഐസോട്ടോപ്പിക് സബ്സ്റ്റിറ്റ്യൂഷൻ മൂലം ഉണ്ടാകുന്ന പുതിയ സ്പെക്ട്രൽ ലൈനാണ്. പറഞ്ഞാൽ ഇത്രയുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ കാർബൺ മോണോക്സൈഡ് CO അത് നമ്മൾ C12O16 എന്ന് പറയണം. C12O16 അതാണ് CO മോളിക്യൂൾ. അതിൻ്റെ സ്പെക്ട്രമാണ് ആ ഫുൾ ലൈൻ വെർട്ടിക്കലായിട്ട് 2B, 4B എന്ന് എഴുതിയിരിക്കുന്നത്. നമ്മൾ ആ സിക്ക് പോലും ഒരു C13 കൊടുക്കുകയാണെങ്കിൽ ഒരു ഐസോട്ടോപ്പിക് മോളിക്യൂൾ കിട്ടും. C13O16 ഐസോട്ടോപ്പിക് മോളിക്യൂൾ. അപ്പോൾ ഐസോട്ടോപ്പിക് മോളിക്യൂൾ കിട്ടുമ്പോൾ അതിൻ്റെ ആ സ്പെക്ട്രൽ ലൈൻ ലെഫ്റ്റിലേക്ക് മാറും, ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതാണ് ആ ഡോട്ട് ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത്. ആ ഷിഫ്റ്റിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ വലത്തോട്ട് ചെല്ലുന്തോറും ആ ഷിഫ്റ്റിങ്ങിനെ അകന്നുകൊണ്ടിരിക്കും. ആ ഫുൾ ലൈനും ഡോട്ടഡ് ലൈനും തമ്മിലുള്ള അകലം കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ പടം വരയ്ക്കുമ്പോൾ അല്പം ഒന്ന് സൂക്ഷിച്ച് വരയ്ക്കണം. എങ്ങനെയാണ് നമ്മൾ ആ 2 ലൈൻ ഇങ്ങനെ ഹോറിസോണ്ടൽ 2 ലൈൻ വരയ്ക്കണം. എന്നിട്ട് അതിനകത്ത് വെർട്ടിക്കൽ ലൈൻ വരയ്ക്കണം. 7 എണ്ണം വരെ വരയ്ക്കാം, 7 or 6 ഒക്കെ വരയ്ക്കാം. വരയ്ക്കുമ്പോൾ അത് തുല്യത്തിലാണ് ആയിരിക്കണം. ഒരു 2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1.5 സെൻറ്റിമീറ്റർ അകലത്തേക്ക് വരച്ചാൽ മതി. എന്നിട്ട് 2B, 4B എന്ന് എഴുതണം. എന്നിട്ട് ലെഫ്റ്റിൽ അതേ അകലമല്ല, ചെറിയ വ്യത്യാസമുണ്ട്. ഏകദേശം അതേ അകലത്തിൽ നമ്മൾ 2B', 4B', 6B' അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 6B'. ലെഫ്റ്റിൽ എഴുതുന്നില്ല, ഡാഷാണ് എഴുതുന്നത്. അപ്പം അങ്ങനെ എഴുതുമ്പോഴൊരു പ്രത്യേകത, വലത്തോട്ട് ചെല്ലുന്നതോറും ഈ ബിയും B' തമ്മിൽ അകലം കൂടിക്കൊണ്ടിരിക്കും. ആ ഷിഫ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. വലത്തോട്ട് ചെല്ലുന്നതോറും ആ ഫുൾ ലൈനും ഡോട്ട് ലൈനും തമ്മിൽ അകലം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അകലം കൂടിക്കൊണ്ടിരിക്കുന്ന കാര്യം ഒന്ന് ഓർത്ത് വെച്ചുകൊണ്ട് വേണം ഈ പടം വരയ്ക്കാനായിട്ട്. ആ പടത്തിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹെഡിങ് ഇതാണ്: ഐസോട്ടോപ്പിക് എഫക്റ്റ് ഓഫ് റൊട്ടേഷണൽ സ്പെക്ട്ര ഓർ ഡയാറ്റോമിക് മോളിക്യൂൾ. അപ്പോൾ എന്നുള്ള ഈ പടം എന്താണ് കാണിക്കുന്നത്? റൊട്ടേഷൻ സ്പെക്ട്ര ഓഫ് ഡയാറ്റോമിക് മോളിക്യൂൾസ് കണ്ടിന്യൂസ് ലൈനാണ്, ഫുൾ ലൈനാണ്. വെർട്ടിക്കലായിട്ട് 2B, 4B ഫുൾ ലൈനാണ് റൊട്ടേഷൻ സ്പെക്ട്ര ഓഫ് ഡയാറ്റോമിക് മോളിക്യൂൾ. അതിന് താഴെ എഴുതിയിരിക്കുന്നതാണ് റൊട്ടേഷൻ സ്പെക്ട്ര ഓഫ് ഐസോട്ടോപ്പിക്കലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡയാറ്റോമിക് മോളിക്യൂൾ, ഡോട്ടർ ലൈൻ. അപ്പോൾ ഫുൾ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, ആ കണ്ടിന്യൂസ് ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്ന ഡോട്ടർ ലൈൻ, അതായത് 2B', 4B', 6B', 8B' എന്ന ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്ന ലൈൻ എന്താണ്? ഇറ്റ് റെപ്രസെൻറ്റ്സ് റൊട്ടേഷൻ സ്പെക്ട്ര ഓഫ് ഐസോട്ടോപ്പിക്കലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡയാറ്റോമിക് മോളിക്യൂൾ. അപ്പോൾ പടം ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഐസോട്ടോപ്പിക് മോളിക്യൂളിൻ്റെ സ്പെക്ട്രം ഡോട്ടഡ് ലൈനാണ് കാണിക്കുന്നത്. ഈ ഡോട്ടഡ് ലൈനും ഫുൾ ലൈനുമായിട്ടുള്ള ഒരു അപ്പിയറൻസിൽ നമ്മൾ കാണുന്ന ഒരു വ്യത്യാസം, വലത്തോട്ട് ചെല്ലുന്നവരും അവ തമ്മിലുള്ള ഗ്യാപ്പ് കൂടിക്കൊണ്ടിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് എഴുതുക. അതാണ് ഇതിൻ്റെ ഉത്തരം. അപ്പോൾ ഓർക്കണം, ഇപ്പോൾ C12O16 CO മോളിക്യൂൾ ആണെങ്കിൽ അതിൻ്റെ ഐസോട്ടോപ്പിക് മോളിക്യൂളാണ് C13O16 എന്നത്. An atom can be replaced by one of its isotopes. An atom
atom when is replaced, when replaced by, an atom when replaced by one of its isotopic isotopes, the interbond distance remains the same, but the mass of the atom changes, leading to a change in the mi. അപ്പം അതിൻ്റെ അർത്ഥം ഇതാണ്. ഇപ്പം നമ്മൾ C12O16 ആണല്ലോ, അതിന് പോലും ഐസോട്ടോപ്പിക് മോളിക്യൂളായ C13O16 എടുക്കുമ്പോൾ ഇന്റർബോണ്ട് ഡിസ്റ്റൻസിന്, ബോണ്ട് ലെങ്തിന് മാറ്റമില്ല, പക്ഷേ റെഡ്യൂസ്ഡ് മാസിന് മാറ്റമുണ്ടാകും. ഈ റൊട്ടേഷൻ സ്പെക്ട്ര, the energy of rotation level is given by, ഇപ്പോൾ റൊട്ടേഷൻ സ്പെക്ട്രത്തിൽ എനർജി ഓഫ് റൊട്ടേഷൻ ലെവൽ കാണിക്കുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ റിലേഷൻ, നമ്മൾ പഠിച്ച റിലേഷനാണ്. ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ജെ പ്ലസ് 1 in centimeter raised to minus 1, where b is the where j is the rotational coordinate number and b is the rotational constant. You know, j is the rotational coordinate number and b is h by 8 pi square I c centimeter raised to minus 1. നമ്മൾ പഠിച്ചതാണ്. Two ways of representing b, and this is one way. b is h by 8 pi square I c centimeter raised to minus 1. For an isotopically substituted molecule, we can write delta E dash is equal to 2b dash into j plus 1, equation number 2. ഐസോട്ടോപ്പിക് മോളിക്യൂളിന് റൊട്ടേഷണൽ കോൺസ്റ്റന്റ് മാറും, അപ്പോൾ നമുക്ക് 2b dash, നേരത്തെ 2b എന്നെഴുതി, അത് ഇക്വേഷൻ നമ്പർ 2 ആണ്. ഷിഫ്റ്റ് രണ്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്യട്ടെ, രണ്ട് സബ്ട്രാക്ട് ചെയ്തിട്ട് ആ ഷിഫ്റ്റ് കണ്ടുപിടിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, പടത്തിൽ വലത്തോട്ട് പോകുന്തോറും പിന്നെ കണ്ടിന്യൂസ് ലൈൻ, ഫുൾ ലൈനും ഡോട്ടഡ് ലൈൻ തമ്മിലുള്ള ഗ്യാപ്പ് ഇങ്ങനെ കൂടുമല്ലോ, ആ ഗ്യാപ്പ് എനർജിയുടെ ഒരു ഇക്വേഷനാണ് പറയുന്നത്. ഷിഫ്റ്റ് ഓഫ് എനർജി ഡെൽറ്റ ഇ ഈക്വൽ ടു ഡെൽറ്റ ഇ മൈനസ് ഡെൽറ്റ ഇ ഡാഷ് ഇസ് ഈക്വൽ ടു 2b ഇൻറ്റു ജെ പ്ലസ് 1 മൈനസ് 2b ഡാഷ് ഇൻറ്റു ജെ പ്ലസ് 1. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 2j plus 1 കോൺ ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ അകത്ത് b മൈനസ് b ഡാഷ് എന്ന് വരും. ദാറ്റ് ഈസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു ബിയുടെയും ബി ഡാഷിൻ്റെയും വാല്യൂ കൊടുക്കുക. 2 ഇൻറ്റു ജെ പ്ലസ് 1 ഇൻറ്റു h ബൈ 8 പൈ സ്ക്വയർ ഐ സി, 8 പൈ സ്ക്വയർ ഐ സി മൈനസ് പൈ സ്ക്വയർ കേട്ടോ, h ബൈ 8 പൈ സ്ക്വയർ ഐ സി മൈനസ് h ബൈ 8 പൈ സ്ക്വയർ ഐ ഡാഷ് സി. ആ ഐസോട്ടോപ്പിക് മോളിക്യൂളിന് മാസ് മാറുന്നത് കൊണ്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യ മാറും. ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് ശരിക്കും നോക്കൂ, h ബൈ 8 പൈ സ്ക്വയർ ഐ സി മൈനസ് h ബൈ 8 പൈ സ്ക്വയർ ഐ ഡാഷ് സി. എഴുത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വായിച്ചത് മനസ്സിലാക്കണം. ബ്രാക്കറ്റിനകത്തുള്ള ടൈം ഞാൻ ഒന്നുകൂടി വായിക്കാം. h ബൈ 8 പൈ സ്ക്വയർ, സ്ക്വയർ ഉണ്ട്, 8 പൈ സ്ക്വയർ ഐ സി മൈനസ് h ബൈ 8 പൈ സ്ക്വയർ ഐ ഡാഷ് സി. അപ്പോൾ അവിടെ നമ്മളൊരു കോൺ ഫാക്ടർ കൂടി എടുക്കുകയാണ്. കോൺ ഫാക്ടർ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു ജെ പ്ലസ് 1 h ബൈ 8 പൈ സ്ക്വയർ ഐ സി ഇൻറ്റു ഐ മൈനസ് ഐ ഡാഷ് ഇൻ സെൻറ്റിമീറ്റർ റേസ്ഡ് ടു മൈനസ് 1. ബട്ട് യു നോ മൊമെന്റ് ഓഫ് ഇനർഷ്യ mu r square for first molecule and I dash is mu dash r square for isotopically substituted molecule. Therefore, on division we get I by I dash is mu by mu dash, and that value put in the above equation. Therefore, equation 3 ആണ് മുകളിൽ കാണുന്നത്. 3 becomes delta E is equal to 2j plus 1 into h by 8 pi square I c into 1 minus mu by mu dash. That is delta E is equal to 2j plus 1b. h by 8 pi square I c b ആണല്ലോ, into 1 minus mu by mu dash. ഈ mu by mu dash നമ്മൾ റോ സ്ക്വയർ എന്ന് കൊടുക്കും. നോട്ട് റോ, ഇറ്റ് ഈസ് റോ സ്ക്വയർ. പുട്ട് mu by mu dash is റോ സ്ക്വയർ, എ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് കൊടുത്ത് നമുക്ക് കിട്ടുന്നതാണ് റോ സ്ക്വയർ. അപ്പോൾ അവിടെ ഒരു സ്റ്റെപ്പ് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ റോ സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റെപ്പ് കൂടി താഴെ തരണം കേട്ടോ. പുട്ട് mu by mu dash is റോ സ്ക്വയർ. അപ്പോൾ അതിന് താഴെ ഇങ്ങനെ എഴുതണം, ദാറ്റ് ഈസ് ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു 2j plus 1 b into 1 minus റോ സ്ക്വയർ എന്നാണ്.
1 മൈനസ് റോ സ്ക്വയർ എന്ന് കൊടുക്കണം. ആ ഒരു സ്റ്റെപ്പ് ഓർത്ത് അതിൻ്റെ താഴെ നിന്ന് എഴുതുക. എങ്ങനെയാണ്? പുട്ട് മ്യൂ ബൈ മ്യൂ ഡാഷ് ഇസ് റോ സ്ക്വയർ എ കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു 2j + 1 b ഇൻറ്റു 1 മൈനസ് റോ സ്ക്വയർ എന്നാണ്. റോ സ്ക്വയർ എന്ന് കൊടുക്കണം. ഒരു സ്റ്റെപ്പ് എഴുതി ചേർക്കണം. അത് മിസ് ചെയ്തതാണ്. ഇറ്റ് ഈസ് ക്ലിയർ. അതിന് ഇക്വേഷൻ 4 എന്ന് കൊടുക്കണം. ആ 1 മൈനസ് റോ സ്ക്വയർ വരുന്ന ഇക്വേഷന് 4 എന്ന് കൊടുക്കണം. ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ഇക്വേഷൻ 4 ദാറ്റ് ഐസോടോപ്പിക് ഷിഫ്റ്റ് ഇൻക്രീസസ് വിത്ത് ദ വാല്യൂ ഓഫ് ജെ. ജെ കൂടുന്നതനുസരിച്ചിട്ട് ഐസോടോപ്പിക് ഷിഫ്റ്റ് കൂടും എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കി എന്താണ് അർത്ഥം? ഈ ഡെൽറ്റ ഇ എന്നുള്ളതാണ് 2j ഇൻറ്റു j + 1 b ഇൻറ്റു 1 മൈനസ് റോ സ്ക്വയർ. അപ്പോൾ ജെ കൂട്ടിക്കൂട്ടി എഴുതിയാൽ ഡെൽറ്റ ഇ കൂടും. അതുകൊണ്ടാണ് വലത്തോട്ട് പോയപ്പോൾ ഫുൾ ലൈനും ഡോട്ടഡ് ലൈനും തമ്മിലുള്ള അകലം കൂടിക്കൊണ്ടിരുന്നത്. അതാണ് അതിന് കാരണം. അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ഇക്വേഷൻ 4 ദാറ്റ് ഐസോടോപ്പിക് ഷിഫ്റ്റ് ഇൻക്രീസസ് with the value of j. This effect of C theta isotope substituted on the rotation spectrum of C12O16 is illustrated in the diagram. അപ്പോൾ നമ്മൾ നേരത്തെ പടം വെച്ച് ഞാൻ പറഞ്ഞതാണല്ലോ. അപ്പം ഇങ്ങനെ ഈ C12O16 മോളിക്യൂളിൽ C12 പകരം C13 എന്ന് പറയുന്ന ഐസോട്ടോപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡയഗ്രമാണ് നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വലിച്ചിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. ആ ഫോർമുല എഴുതിക്കോളൂ. ഇക്വേഷൻ 4 എഴുതിക്കോളൂല്ലോ. ഏതാണ് ഇക്വേഷൻ നമ്പർ 4? ഇവിടെ എഴുതാനാണ്. ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു j + 1 b ഇൻറ്റു 1 മൈനസ് റോ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 4 എഴുതണം ആ സ്പേസിൽ. അപ്പം അതിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നത് ഇതാണ്. ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റിപ്പീറ്റഡ് ആ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദി എഫക്റ്റ് ഓഫ് ഐസോടോപ്പിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ റൊട്ടേഷൻ എനർജി ലെവൽസ് ഓഫ് ഡയാറ്റമിക് മോളിക്യൂൾ. അതാണ് ക്വസ്റ്റ്യൻ. Let us solve with your 32th lecture on atomic and molecular physics. We continue in the next class. Thank you.